അടിപൊളി രുചിയിൽ ഒരു ഈസി ചിക്കൻ കറി റെഡിയാക്കി എടുത്താലോ? ഒരുവിധം എല്ലാവരും തയ്യാറാക്കുന്ന റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇനി ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിലേക്ക് ഒരു വലിയ സവാള തിന്നായി അരിഞ്ഞതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി ബ്രൗൺ കളറാക്കി എടുക്കണേ. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചോപ്പ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതും കൂടെ വഴറ്റി കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ഉള്ളിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കുറച്ച് സമയം ഇതുപോലെ വഴറ്റി ആ ഒരു ചിക്കനിലുള്ള വെള്ളം അബ്സോർബ് ആയിട്ട് വരണം. എന്നിട്ട് നന്നായിട്ട് അതൊന്നിങ്ങനെ സോഫ്റ്റായി വരുന്ന സമയത്ത് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഇത് കുക്കായി വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ചിക്കൻ മസാലയും അല്പം ഗരം മസാലയും അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്പം കറിവേപ്പിലയും മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. നെയ്ച്ചോറിലേക്കും പത്തിരിയിലേക്കും പൊറോട്ടയിലേക്കും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. താങ്ക്